നമ്മുടെ വിഷയമെന്ന് പറയുന്നത് സ്മൃതി പരുത്തിക്കാടിനെയും അതുപോലെ തന്നെ അജിംസിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. അത് സ്മൃതി പരുത്തിക്കാടിനെ ഈ പറയുന്ന കള്ളം, നുണ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചില മാധ്യമ പ്രവർത്തകർക്ക് അവർക്ക് ചില വാക്കുകളൊക്കെ കേൾക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വലിയ തോതിൽ ദേഷ്യപ്പെടുകയും അവർ ചിലപ്പോൾ നമ്മുടെ മുഖമടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ചില ചാനൽ ചർച്ചകളൊക്കെ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ഒരു ചർച്ച, അത് ജനം ടി വിയിൽ നടന്നിട്ടുള്ള ചർച്ചയാണ്. ആ ജനം ടി വിയിൽ നടന്നിട്ടുള്ള ചർച്ചയിൽ നമ്മുടെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം കൊല്ലത്ത് തന്നെയുണ്ട്. കാരണം ഫോർവേഡ് ബ്ലോക്കിന് നേരത്തെ വെസ്റ്റ് ബംഗാളിൽ 3-4 മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയായിരുന്നു ഇടതുപക്ഷത്തിൽ. പക്ഷേ അവിടെയെല്ലാം തകർന്ന് തരിപ്പണമായതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ഏതാണ്ട് കേരളത്തിൽ തന്നെയൊക്കെ ഉണ്ട്. ഫോർവേഡ് ബ്ലോക്കിന് ഇവിടെ UDFൻ്റെ കൂടെയാണ് അവർ നിൽക്കുന്നത്. പക്ഷേ സഖ്യകക്ഷിയാക്കാനോ മത്സരിക്കാൻ സീറ്റോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹമാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാൾ, ആ ജനം ടി വിയുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്കറിയാം ആ ചർച്ചയിൽ തന്നെ ശ്രീജിത്ത് പണിക്കർ ഉണ്ടായിരുന്നു. കാരണം ഇവരെല്ലാം തന്നെ ഒരു സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്നത്. ദേവരാജൻ അങ്ങനെയല്ല, പക്ഷേ ശ്രീജിത്ത് പണിക്കരായിരുന്നു. പിന്നെ അന്ന് അഖിൽ മാരാരും സംഖ്യയായിരുന്നു. അതുകൊണ്ട് അഖിൽ മാരാരെ കൂടി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ലക്ഷദ്വീപിലെ പ്രശ്നമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രഫുൽ ഘോഡ പട്ടേൽ എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷമുള്ള ചില പരിഷ്കാരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ്. അത് കേരളം മുഴുവൻ വലിയ ചർച്ചയായിരുന്നു. അദ്ദേഹം സ്കൂളിലേക്ക് കൊണ്ടുവന്ന ബീഫ് നിരോധിക്കുകയും അങ്ങനെ ചില പരിപാടികളൊക്കെ തന്നെ അദ്ദേഹം നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ തന്നെ അവരുടെ സ്വൈര്യ ജീവിതത്തിന് വലിയ പ്രശ്നമുണ്ടാക്കി. ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് ഒരു മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായ അംഗങ്ങളൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. അവിടെ വലിയ ക്രിമിനൽസോ അല്ലെങ്കിൽ കളവോ മോഷണമോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ലാത്തൊരു നാട് കൂടിയാണ്. ജയിലുകളൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. അപ്പം അങ്ങനെയുള്ളൊരു നാട്ടിൽ വന്നിട്ടാണ് ഈ പ്രഫുൽ ഘോഡ പട്ടേൽ എന്ന് പറയുന്ന ഗുജറാത്തുകാരനായ മനുഷ്യൻ. അദ്ദേഹം യഥാർത്ഥത്തിൽ CJ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടുബാക്കോ തേയില നിർമ്മാണ കമ്പനിയുടെയൊക്കെ ഗ്രൂപ്പിൻ്റെയൊക്കെ ഈ പറയുന്ന പോലെ വലിയ ബിസിനസ്സൊക്കെ ഉള്ള ഒരാളാണ്. കൂടാതെ മോദിയുമായിട്ടൊക്കെ നല്ല പരിചയമുള്ളതാണ്, പൊളിറ്റീഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് അവിടുത്തെ ചാർജ് കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഖിൽ മാരാർ കയറി പറഞ്ഞു പ്രഫുൽ ഘോഡ പട്ടേൽ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാഗ്യത്തിന് ഈ അവതാരകന് ഇദ്ദേഹത്തിൻ്റെ പേര് മുഴുവനായിട്ടും അറിയാൻ പാടുണ്ടായില്ല. പ്രഫുൽ പട്ടേൽ എന്ന് മാത്രമേ അറിയാൻ പാടുണ്ടായുള്ളൂ. പലപ്പോഴും ഈ മാധ്യമപ്രവർത്തകരൊക്കെ മറ്റേ പ്രോംപ്റ്ററിൽ വരുന്ന സാധനം അങ്ങോട്ട് കണ്ണടച്ച് വായിക്കുകയാണ്, അല്ലാതെ ഇവർക്ക് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഈ പ്രഫുൽ ഘോഡ പട്ടേൽ എന്ന് പറഞ്ഞപ്പോൾ അതിന് ശേഷം ഉടനെ തന്നെ പറഞ്ഞു അത് നമുക്ക് പല വ്യക്തിപരമായി പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ എങ്കിൽ പോലും അങ്ങനെ വിളിക്കരുത്, അത് പിൻവലിച്ചേക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ പുള്ളി കേട്ടതെന്ന് വെച്ചാൽ പ്രഫുൽ പോഡ പട്ടേൽ എന്നാണ്. ഈ പ്രഫുൽ പോഡ പട്ടേൽ എന്ന് വിളിക്കാൻ അഖിൽ മാരാറിന് ഗുജറാത്തുകാരനായിട്ടുള്ള ഈ പ്രഫുൽ പട്ടേലുമായിട്ട് എന്ത് വിരോധമുണ്ടാകാനാണ്? അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ ചെന്നപ്പോഴത്തേക്ക് അയാൾ എന്താണ് മറ്റേ പിടിച്ച് കടിക്കുകയോ അല്ലെങ്കിൽ പണ്ട് കബഡി കളി മത്സരത്തിൽ തോൽപ്പിക്കുകയോ ചെയ്തു, കബഡി കളിച്ച് തോൽപ്പിക്കുകയോ ചെയ്തു, ഒരു പ്രശ്നം ഉണ്ടാകില്ല. പക്ഷേ പുള്ളി പറയണത് വ്യക്തിപരമായിട്ട് ചിലപ്പോൾ പല പ്രശ്നങ്ങളും അവരൊക്കെ തമ്മിലുണ്ടാവും, പക്ഷേ എങ്കിൽ പോലും ആ പരാമർശം പിൻവലിച്ചേക്കുന്നതാണ്. ഉടനെ തന്നെ അഖിൽ മാരാർ പറയുന്നത് അയാളുടെ പേര് പ്രഫുൽ ഘോഡ പട്ടേൽ എന്നായതുകൊണ്ടാണ് ഞാൻ പ്രഫുൽ ഘോഡ പട്ടേൽ എന്ന് വിളിച്ചത്. അയാളുടെ പേര് രമണൻ എന്നായിരുന്നെങ്കിൽ രമണൻ എന്നും പിന്നെ ഗോപാലൻ എന്നായിരുന്നെങ്കിൽ ഞാൻ ഗോപാലൻ എന്നും പറഞ്ഞേനെ എന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ആ സമയത്തേക്ക് PCR നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, എടാ പൊട്ട നീ ഈ പറയുന്ന പോലെ ഈ ചാനൽ പൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പുള്ളി പിന്നെ വിട്ടു. പിന്നെ ആ ചർച്ച മുന്നോട്ട് പോയി. അപ്പോൾ ഇതൊരു ഉദാഹരണം. അപ്പോൾ അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ഉദാഹരണം, എനിക്ക് ആ ചാനലിലെ അവതാരകൻ്റെ പേരൊക്കെ അറിയാം, നമ്മളിപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടാമതൊരു ചർച്ച ഞാൻ കണ്ടത് അത് ഇതുപോലെ തന്നെ ഒരു ഹീറ്റഡ് ഡിബേറ്റ് ആയിരുന്നു. ആ ഹീറ്റഡ് ഡിബേറ്റ് എന്ന് പറയുന്നത് ഒന്ന് KVS ഹരിദാസ് ഉണ്ട്, അത് മാതൃഭൂമി ന്യൂസിലെ ചർച്ചയാണ്. കൂടാതെ നമ്മുടെ റിജിൽ മാക്കുറ്റി ഉണ്ട്, അതായത് കണ്ണൂരിലെ K സുധാകരൻ്റെ അനുയായിയും കോൺഗ്രസ്സുകാരനുമായിട്ടുള്ള റിജിൽ മാക്കുറ്റി ഉണ്ട്. പിന്നെ അഡ്വക്കേറ്റ് L ലാൽകുമാർ ഉണ്ട്, അദ്ദേഹം നമുക്കറിയാമല്ലോ ഒരു ഇടതുപക്ഷ നിരീക്ഷകനായിട്ടുള്ള ഒരാളാണ്. പിന്നെ മൗദൂദികളുടെ സ്വന്തം O അബ്ദുള്ള ഉണ്ട്, അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് സീറോ അബ്ദുള്ള എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അദ്ദേഹവുമുണ്ട്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കാര്യം സംസാരിച്ച് വരുമ്പോൾ താലിബാനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ O അബ്ദുള്ള സംസാരിച്ചത്. അദ്ദേഹം ഇതിനു മുമ്പ് താലിബാനെ ന്യായീകരിച്ചുകൊണ്ട് താലിബാൻ മാറുന്ന നല്ല താലിബാനായിരിക്കും ഇനി വരാനിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ മാധു ചോദ്യം ചെയ്തില്ല. മാധു കാണിച്ചത് വലിയ മര്യാദകേടാണ് എന്നൊക്കെ പറഞ്ഞ് ലാൽകുമാർ അങ്ങോട്ട് കത്തിക്കയറി. ആ കയറി കഴിഞ്ഞതിൻ്റെ കാര്യം ലാൽകുമാർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മാധു ഇടപെട്ടു. അപ്പോൾ ലാൽകുമാർ തന്നെ പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാരോ CPM കാരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ 25 തവണ ഇടപെടും
ഇടപെടുമായിരുന്നു. ഒരു മനുഷ്യൻ വന്നിരുന്ന് ഇത് പറയുമ്പോൾ നിങ്ങൾ ഇടപെടാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് ആദ്യമേ തന്നെ ഇടപെടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നാണ് അത് പറയുന്നത്. ഉടനെ തന്നെ അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് തോന്നുമ്പോൾ 8:55 9 മണിക്കോ നിങ്ങൾക്ക് തോന്നുന്ന സമയത്തല്ല ഇടപെടേണ്ടത്, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടപെടണം, എന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടിയിരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെ മാധുവിന് തന്നെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മാധുവിന് വല്ല കോൺട്രാക്റ്റ് ഉണ്ടോ എന്നെ തടസ്സപ്പെടുത്താൻ എന്നൊക്കെ ലാൽകുമാർ ചോദിച്ചു. അതൊക്കെ തന്നെ മാധുവിനെ വളരെ അസഹിഷ്ണുത മാധുവിൻ്റെ മുഖത്ത് തന്നെ പ്രകടമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മാതൃഭൂമിയുടെ അവതാരികയ്ക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്നുണ്ട്, എന്നെ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമെന്നൊക്കെ ചോദിച്ചു. ഉടനെ തന്നെ മാധു ഇങ്ങനെ ആകെ രോഷം കൊണ്ട് നിൽക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാതെ, കാരണം ക്യാമറകൾ ഇരിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വീണ്ടും ഞാനിപ്പോൾ ഇടപെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധു അങ്ങനെ ഇടപെടാൻ വന്നപ്പോൾ, വേണ്ട അടുത്ത ആളിലേക്ക് പോയിക്കോ, ഞാനെല്ലാം സമ്മതിച്ചു, ഇനി ഞാനിവിടെ കേട്ടുകൊണ്ടിരുന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷേ എന്നെ തടസ്സപ്പെടുത്തണമെന്ന് നിങ്ങൾ കോൺട്രാക്റ്റ് ഉണ്ട്, അതുകൊണ്ട് അടുത്ത ആളിലേക്ക് പോയിക്കോ എന്ന് ലാൽകുമാർ പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞവസാനിപ്പിച്ചതാണ്, മാതൃഭൂമിയുടെ അവതാരികയായിട്ടുള്ള മാധു സജി പറഞ്ഞതെല്ലാം ശരിയാണ്, ഇനി പറയാൻ പോകുന്നത് ശരിയാണ്, ഞാനങ്ങ് സമ്മതിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കഷ്ടകാലത്തിന് ഒരു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഐ എഗ്രി ടു ഓൾ ദ ഫാക്ട്സ് യു ആർ സ്റ്റേറ്റിംഗ് ഹിയർ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ താങ്കളിവിടെ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും, പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ രോഷത്തിലും ദേഷ്യത്തിലും പാവം മാധുവിന് തോന്നിയത് ഐ എഗ്രി ടു ഓൾ ദ ഫാക്ട്സ് യു ആർ സ്റ്റേറ്റിംഗ് ഹിയർ എന്ന് പറഞ്ഞപ്പോൾ ഈ ഫാക്ട്സ് എന്നുള്ള കേട്ടത് പകരം എഫ് വെച്ചിട്ടുള്ള മറ്റൊരു തെറിയാണെന്നാണ് വിചാരിച്ചത്. തെറിയാണെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ ആണെങ്കിൽ അത് വിട്ടുകളഞ്ഞാണ്. കാരണം അവർ രണ്ടുപേരും കൂട്ടുകാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയൊക്കെ പറയുന്നവരാണെന്ന് പണ്ടേ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. സമരാഗ്നി എന്ന് പറയുന്ന ഒരു ജാഥയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പത്രസമ്മേളനം നടക്കാൻ പോകുമ്പോൾ തന്നെ ഈ മായി എവിടെ പോയി കിടക്കണേന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും മാധു അല്ലാത്തതുകൊണ്ട് മാധു അങ്ങോട്ട് ചൂടായി തിളച്ചു. മാധു പറയുന്നത് ഇത് മര്യാദയുടെ അങ്ങേ അറ്റത്തെ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധു ചോദിച്ചു. അപ്പോഴും ശരിക്കും ലാൽകുമാർ മനസ്സിലാവുന്നില്ല, ഞാൻ പറഞ്ഞെങ്കിൽ എന്താ കുഴപ്പമൊന്നുമില്ല. ലാൽകുമാർ ചോദിക്കുന്നുണ്ട്, ഞാനതിന് മോശമായിട്ടൊന്നും പറഞ്ഞില്ലോ എന്ന്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും കേട്ട വാദി കേൾക്കാത്ത വാദി മാതൃഭൂമിയുടെ പേജിൽ നേരെ ഇതിനെക്കുറിച്ചൊരു കുറിപ്പിടുകയും ലാൽകുമാർ വളരെ മോശമായി സംസാരിച്ചു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. ലാൽകുമാർ അതിന് തിരിച്ച് റിപ്ലൈ ഒക്കെ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമായിരിക്കണം മാധു സജിയുടെ ചർച്ചകളിലൊന്നും തന്നെ അഡ്വക്കേറ്റ് ലാൽകുമാർ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അത് വരുത്താവുന്നേ ഉള്ളൂ, കാരണം ഒരു ചെറിയ തെറ്റ് മാധുവിന് വരണത് പറ്റിയത്, അതല്ലാതെ ലാൽകുമാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിതിനെക്കുറിച്ചൊക്കെ അന്ന് വീഡിയോ ചെയ്തതും ആ ചർച്ച കണ്ടതും ഒക്കെ ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ഞാൻ ലൈവായി തന്നെ ആ ചർച്ച കണ്ടതാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ചാനൽ ചർച്ചകളിൽ ഇങ്ങനെ ഇവർക്ക് ചില ഇഷ്ടപ്പെടാത്ത വാർത്തകളുണ്ട്. ജനൻ ടി വിയുടെ അവതാരകന് ഘോഡ എന്ന് പറയുന്ന വാക്ക് ഇഷ്ടമല്ല, പുള്ളി എപ്പോഴും കേൾക്കുന്നത് പോടാന്നാണ്. അതുപോലെ ഫാക്സ് എന്ന് കേൾക്കുന്നത് മാധു സജിക്ക് ഇഷ്ടമല്ല, പുള്ളിക്കാരി കേൾക്കുന്നത് എ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ FU ഒക്കെ വെച്ചിട്ടുള്ള വേറെ ഏതോ വാക്കാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. സ്മൃതി പരുത്തിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കിനോടൊന്നും വലിയ വിയോജിപ്പില്ല. വാക്കെന്ന് പറയുന്നത് കള്ളം നുണ എന്നൊക്കെ ഉള്ളത് സ്മൃതി പറയാറുള്ളതാണ്. പക്ഷെ അത് സതീശനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും പറയരുത്. പകരം രതീഷ് ചക്രപാണിയോ വേണമെങ്കിൽ അരുൺ കുമാറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആൻഡോ ഓഗസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ വരെ കുഴപ്പമില്ല. പക്ഷെ സതീശനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് അദ്ദേഹം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അസത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്നേ പറയാൻ പാടുള്ളൂ. അല്ലാതെ നുണ എന്ന് പറയുന്ന ഒറ്റ വാക്ക് ഉപയോഗിക്കരുത്. അത് സ്മൃതിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഫൈനൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ചർച്ചയിൽ അജിംസ് പോലും ഇതുപോലെ സതീശനെ കുറിച്ച് പറഞ്ഞപ്പോൾ സതീശൻ പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കള്ളം എന്നുള്ളതും സതീശനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കരുത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകളോട് നിങ്ങൾ കഴിക്കൂ എന്ന് നമുക്ക് പറയാം. പക്ഷേ രാജാവൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നത് പ്രഭോ കഴിച്ചാലും എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെയുള്ള ഡയലോഗുകൾ മാത്രമേ നമുക്ക് പറയാനുള്ള അവകാശമുള്ളൂ സതീശൻ്റെ കാര്യത്തിൽ എന്നുള്ളത് പ്രത്യേകം ആലോചിക്കണം. അപ്പോൾ മാധു സജിയുടെ കാര്യത്തിൽ ഐ എഗ്രി ടു ഓൾ ദ ഫാക്ട്സ് യു ആർ സ്റ്റേറ്റിംഗ് ഹിയർ എന്നുള്ളതും, അതുപോലെ തന്നെ പ്രഫുൽ ഘോഡ പട്ടേലിൻ്റെ കാര്യത്തിൽ പോടയും, ഇവിടെ സ്മൃതിയുടെ കാര്യത്തിൽ കള്ളവും നുണയും പ്ലസ് സതീശനും കൂടി കൂട്ടിച്ചേർത്തും നിങ്ങൾ പറയരുത്. അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴും മീഡിയ വണ്ണിൽ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ അജിംസ് വിവരമറിഞ്ഞേന് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അജിംസിനെ സംബന്ധിച്ച് ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. പുള്ളി പലവട്ടം ഇതുപോലെയുള്ള വിവരമൊക്കെ അറിഞ്ഞതാണ്. ഇതിലും വലിയ കേസുണ്ടായിട്ട് പുള്ളി പതറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അജിംസിന് പ്രശ്നമില്ല. പക്ഷേ ഞാനൊരു ചെറിയ മുന്നറിയിപ്പ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും നൽകി എന്ന് മാത്രമേ ഉള്ളൂ.